ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടെഫ്റ്റ് ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോണതാണ് വേറെ ഒരു ഗെയിമല്ല. നമ്മൾ കളിക്കുന്നത് ഫോർസ ഹൊറൈസൺ 5 ആണ്. നമുക്കിന്നൊരു പുതിയൊരു സസ്പെൻസിൻ്റെ വേറെ ഒന്നുമല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ ഗ്യാരേജിലേക്ക് ഒരു ട്രക്ക് അല്ലെങ്കിൽ ഒരു കാർ എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ അതന്വേഷിച്ച് ഞാൻ തപ്പി 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 കുറേ വഴിയായി. തപ്പി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വണ്ടി കിട്ടി. വേറെ ഒരു വണ്ടിയല്ല, അത് നിങ്ങൾക്ക് കാണണം. ഒത്തിരി നല്ലൊരു വണ്ടിയാണ്. നിങ്ങളത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളത് കാണാം. ഓക്കെ, നേരെ ഇവിടെ ഓക്കെ. ഇതാണ് നമ്മുടെ വണ്ടി. ഇതാണ് നമ്മുടെ വണ്ടി. ബെൻസിൻ്റെ ട്രക്കാണ്, 2015 മോഡൽ. ഈ വീട്ടുകാർ ഉപയോഗിച്ചിരുന്ന വണ്ടിയായിരുന്നു. ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒരു വർഷം ആയിട്ടില്ല, അടുത്ത മാസത്തേക്ക് ഒരു വർഷം ആവുള്ളൂ. അപ്പോൾ 9 മാസം ഈ വണ്ടി നമ്മൾ ഇതിനെടുത്ത് പണിയാൻ പോകണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഡിസ്കൗണ്ട് എങ്ങനെ അടിച്ചു നോക്കാം. കിട്ടിയിട്ടാ വണ്ടി സ്റ്റാർട്ടായി. വണ്ടിക്ക് ഇച്ചിരി മിനുക്ക് പരിപാടികളുണ്ട്. ഫ്രണ്ടിൽ ഇവിടെ ഒക്കെ കണ്ട ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ട്. ക്യാബിൻ്റെ അവിടെ ഒക്കെ ചില്ലൊക്കെ മാറും, ലൈറ്റൊക്കെ ഇടണം, കഴുകി സർവീസ് എടുക്കണം. ബട്ട് എൻജിൻ പരമായിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ല വണ്ടിക്ക്. നല്ല കണ്ടീഷനുണ്ടാകും. നമ്മളൊക്കെ വെച്ചിട്ട് ഒന്ന് വളയ്ക്കാം, ചെറിയൊരു വളയ്ക്കാം. നല്ല പുള്ളിങ് ഉണ്ട് കേട്ടോ, നല്ല പുള്ളിങ് ഉണ്ട്. ഒരു എഞ്ചിനായിട്ട് ഒരു കംപ്ലൈൻറ്റ് ഇല്ല വണ്ടിക്ക്. നല്ല അലോയ കയറ്റിയ വണ്ടിയാണ് കേട്ടോ. ബാബ്സ് പോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ചു നമ്മുടെ FS ഗ്യാരേജിൽ. കഴുകിയാലേ കാണുള്ളൂ. ഫോണൊക്കെ കണ്ട സ്റ്റീൽ വർക്കിംഗ് ഫോണാ. 9-8 മാസമായിട്ടുള്ള ഒരു വണ്ടി ഇറക്കിയിട്ടിട്ട് ഇപ്പം നമുക്ക് ഇവിടെ പോകാൻ പറ്റില്ല. നമുക്ക് ഇവിടെ അവരെയൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഇവിടെ ചെറിയ ഒട്ടുമുട്ടൊക്കെ ഉണ്ടാവും, അതൊന്നും നോക്കുന്നു വേണ്ട. അവിടെയൊക്കെ ചേട്ടൻ കണ്ട ചെന്നക്കൂടെ. ആ ചേട്ടൻ്റെ വണ്ടി, ആ ചേട്ടൻ പോവാന്ന് പറഞ്ഞാൽ ഇതാണ്. അത് വെട്ടുകാരൻ വെട്ടാൻ പറഞ്ഞിട്ട് വെട്ടിയിട്ടാണ് പോവാട്ടത്. നമ്മുടെ ഗ്യാരേജിൽ കൊണ്ട് പണി ചെയ്തിട്ട് ഈ വണ്ടിയിൽ എഞ്ചിനിട്ട് ഒരു കംപ്ലൈൻറ്റ് ഇല്ല വണ്ടിക്ക് ആകെ ക്യാബിന് മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ. ഒരു കംപ്ലൈൻറ്റ് ഇല്ല. കണ്ട ഇൻറ്റീരിയർ കണ്ട, പുത്തം പുതിയ ഇൻറ്റീരിയർ കണ്ട. ടർബോയായിട്ട് വണ്ടിയാണ്. ടർബോൻ്റെ ഇത് ഉപയോഗിച്ചത് നമ്മുടെ പോലെ തന്നെ വണ്ടി കയറ്റി കൊണ്ടുവരാൻ തന്നെ. അവർക്കൊരു മോഡിഫൈഡ് വണ്ടി ഉണ്ട്, അത് കയറ്റി കൊണ്ടുവരാനാണ്. പോവാം. സൈഡിൽ മറ്റേ സീറ്റിലൂടെ കയറ്റിണ്ട് കണ്ട. ഹൈവേ പോവാണ്. കൊണ്ടുപോട്ടാ, അത് കുഴപ്പമില്ല. കംപ്രഷറിൻ്റെ സംഭവമൊക്കെ ഇല്ല. അതേ
ഉണ്ടാകില്ല കംപ്രഷറിൻ്റെ തന്നെ അവിടെ കിടക്കാൻ ഒറ്റ പുള്ളിക്കാണ് ഇതിന് കംപ്ലൈൻറ്റ് എന്തിനാണ് പോലീസിൽ ഇപ്പൊ ഫൈൻ അടച്ച് വായ തന്നെ വേണ്ടി പണിയാണ് സോറി കേട്ടാ കയ്യിലൊക്കെ വലിയ പവർ തന്നെ നമ്മുടെ പ്രശ്നമാണ് അങ്ങനെ ഉണ്ടാക്കിയതാണ് ക്യാബിലെത്തിക്ക് ചെറിയൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ മാപ്പ് ഒന്ന് നോക്കാം ഇവിടെ നിന്ന് കയറുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല അവിടെ ട്രക്ക് കണ്ടപ്പോൾ ഫൈൻ അടയ്ക്കും അവിടെ പോലീസ് നമ്മളിങ്ങനെ ചുറ്റി പോകണം അതാകുമ്പോൾ ഹൈവേ കട പടച്ചുമ്പോൾ അവർ അടക്കില്ല എന്തായാലും ക്യാമറ ഒന്നും ഇല്ല അവര് ഹൈവേ പോലീസ് ക്യാമറ ഇല്ല നമ്മുടെ അവിടെ മെക്സിക്കോയിൽ ക്യാമറ ഇല്ല എനിക്കിത് കണ്ടാകാൻ ഇതുണ്ട് ബാക്കിൽ 5-10 സൈലൻസ് ഇതുണ്ട് ടർബൊക്കെ ആണ് ഇതിൽ അയ്യോ ഒരു കാണാൻ പറ്റുന്ന ഒരു സാധനം പിന്നെ ഇവിടെ നിന്ന് നല്ല പടം എങ്ങനെയാണ് പോലീസിൻ്റെ അവിടെ യാത്ര ഇടയിൽ നിൽക്കുക ചള്ളയിലൊക്കെ പോയി ബാക്ക് കാണും കേട്ടോ കേസ് വേണം നമ്മുടെ ബാക്ക് കാണും പിന്നെ എളുപ്പമാണ് മറ്റേ പാളിച്ചത് ടയർ ചെറിയ വെട്ടുന്നുണ്ട് കിടന്നതല്ലേ കുഴപ്പമില്ലട്ട കേസ് വണ്ടി തുരുമ്പും റെസ്റ്റ് ഒന്നും ഇല്ല വണ്ടിയിൽ ആകെ കൂടി ഉള്ളത് ആ ചേസിൻ്റെ അടിയിൽ ചെറുതൊന്ന് ഇളക്കേണ്ടത് എന്തുണ്ടായെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് പറഞ്ഞില്ല അവരുടെ ആ വണ്ടി കയറ്റിപ്പോൾ ആ വണ്ടിയുടെ ബാക്കിലെ ബമ്പർ സ്റ്റീൽ വരെ വെച്ചായിരുന്നു പ്രോമാൻ അപ്പം അത് വെച്ചിട്ട് ചെറിയൊരു വണ്ടി പെട്ടെന്ന് ക്ലച്ച് എടുത്തപ്പോൾ അടിയാണ് തട്ടി തന്നത് വണ്ടി ഇരിക്കുന്നില്ല പിന്നെ ചില്ല് നമ്മളിപ്പോൾ ഇപ്പോൾ മാറണം ഒറിജിൻ്റെ ബെൻസിൽ ചില്ലിടണം അപ്പോൾ ഡേറ്റൊക്കെ സെയിം ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ വണ്ടി എപ്പോൾ കൊടുത്താലും വാല്യൂ കിട്ടും അതാണ് നമ്മൾ ഐ ഡി കളിക്കണം ഐ ഡി കളി ഫ്ലോ ചെയ്യില്ല എത്ര ഫ്ലോ ക്ലിയറായിട്ടാണ് അതുകൊണ്ട് തമ്മില്ലേ വണ്ടി പാള അയ്യോ നല്ല ബാക്കിലെ ക്യാമറ ഉള്ള തന്നെയാണ് നമ്മൾ ഈ വണ്ടി വളച്ചുകൊണ്ട് നടക്കണം ഇത് വളയ്ക്കാൻ പറ്റില്ല കൊടുത്ത പറക്കണ വണ്ടി പൊട്ടച്ചോക്കട്ടാ പൊട്ടച്ചോക്ക പക്ഷെ എൻ്റെ മോനെ ഇപ്പൊ കാച്ചിയണവൻ അമ്മിട്ടിലേക്ക് പോണവൻ ബ്രേക്ക് ചെറിയ കുറവുണ്ട് ഓയിലൊക്കെ ഒന്ന് മാറണം കഴിച്ചു
കുറവുണ്ട്, സ്റ്റിയറിങ്ങിന് ടൈറ്റിന് തോന്നുന്നുണ്ട്. നമ്മുടെ ഡോർജി പണിക്കാരൻ കൊണ്ടായേക്കാണ്. റേസ് പോയൊക്കെ മാറി ചെയ്തിട്ട് കാണാം. ഓക്കെ വണ്ടി ഇറങ്ങി. നമ്മുടെ വണ്ടിയാണ് നമ്മൾ പെയിന്റ് ഒക്കെ ചെയ്ത് കറക്റ്റ് പാപ്പിന്റെ പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. ബാക്കിലേക്കുള്ള വണ്ടി ബാക്കിയില്ല. മേൽ സൺറൂഫിന്റെ സ്ഥലമൊക്കെ ഫോണൊക്കെ മാറ്റിയണ്ട. അപ്പൊ ഒന്നും ഒറ്റ കണ്ടുപിടിക്കണ്ട വേണ്ട, ഒറ്റ പേരല്ല കൊണ്ടുപിടിക്കണ്ട വണ്ടി. അത് 4ാമത്തെ കിട്ടും. നേരത്തെ നമ്മള് പവർ സ്റ്റിയറിംഗ് അല്ല, നമ്മള് നോർമൽ സ്റ്റിയറിംഗ് പോലെ ഓടിക്കണായിരുന്നു. വേണ്ട സ്റ്റിയറിംഗ് ഒറ്റ പേരിലോട്ട് ഓടിക്കും, 2 പേരിലോട്ട് മാത്രം. അത്ര എളുപ്പമായി ഈ പേരിലോട്ട് വേണമെങ്കിൽ മാത്രം ഓടിക്കും. അത്ര സുഖയോ ഓടിക്കാൻ. എയർ ബ്രേക്ക് മാറ്റി നമ്മള് മഴ വൈപ്പറൊക്കെ മാറ്റി. വലിയ വൈപ്പർ ഇത്രേ ഉണ്ടായുള്ളൂ. വൈപ്പർ ചെറിയ വൈപ്പറാണ്. നമ്മുടെ പഴയ ഗാരേജ് നമ്മള് കൺസ്ട്രക്ഷൻ ടീമിന് കൊടുത്തു. എല്ലാരും പോയി. നമ്മുടെ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വേണമെങ്കിൽ നിങ്ങളെല്ലാവരും പറയാറുണ്ട്. സൈലൻസർ എവിടെ നിങ്ങൾക്ക് മനസ്സിലായി മേലേക്ക് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് വീഡിയോ ഹോപ്പ് യു ഗൈസ് ഐ വിൽ എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യാത്തവർ ഷെയർ ചെയ്യാത്തവരൊക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നേക്ക് സെറ്റിൻ്റെ നിങ്ങൾ പറഞ്ഞൊരു ഒരു എന്താ പറയുക ഒരു വലിയൊരു വണ്ടി വരാൻ പോവാണ് ഗൈസ്. വലിയ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ FXZ വർക്ക്ഷോപ്പിനും മാത്രമായിട്ട് നമ്മൾ ബാപ്സിൻ്റെ സെയിം ബാപ്സ്, പക്ഷെ കമ്പനി ഇസൂസ് ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു ടയോട്ടയുടെയോ അല്ല വേറെ വണ്ടി ആയിരിക്കും. എന്തായാലും ഇസൂസ് പോലത്തെ വണ്ടി ഇറക്കി ബാപ്സ് പോലെ പണിഞ്ഞിരിക്കും നമ്മൾ. ഇന്നോ നാളെ ആയിട്ട് ആ വീഡിയോ വരികയും ചെയ്യും, വണ്ടി ഇറക്കുകയും ചെയ്യും. പുതിയ വണ്ടി പുത്തൻ വണ്ടി ഇറക്കിയിരിക്കും, പുതിയ വണ്ടി അല്ലെങ്കിൽ ഓപ്ഷനിൽ വന്നിട്ട്. അപ്പോൾ ഗൈസ് ഈ വണ്ടികളെ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ driving Amro Thomas with me, Benz E3 2015 model FXZ Garage Edition. Bye.